DGP ജേക്കബ് തോമസിനെ അധിക്ഷേപിച്ച് വീക്ഷണം. DGPയെ കന്നിമാസത്തിലെ പട്ടിയുടെ കാമത്വരയോട് ഉപമിച്ചാണ് മുഖപ്രസംഗം. ജേക്കബ് തോമസിനെ മുക്കാലിയിൽ കെട്ടിയിട്ട് തല്ലണമെന്നും മനോരോഗിയായ DGPയെ ഊളംപാറയിലോ കുതിരവട്ടത്തോ ചികിത്സിക്കണമെന്നും വീക്ഷണം. ആശിച്ച പദവി കിട്ടാത്തതാണ് ജേക്കബ് തോമസ് സർക്കാരിനെതിരായി പ്രതികരിക്കാൻ കാരണമെന്നും വീക്ഷണം പറയുന്നു. ഇതിനിടെ ജേക്കബ് തോമസിനെതിരെ ആഞ്ഞടിച്ച് MM ഹസ്സനും രംഗത്തെത്തി. ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടമാനന്ദൻ, കോൺഗ്രസ് വക്താവ് ശ്രീ T സിദ്ദിഖ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം T സിദ്ദിഖിലേക്ക്. സിദ്ദിഖ്, എന്തുകൊണ്ടാണ് ഇത്രയധികം രൂക്ഷമായ വിമർശനത്തിന് കോൺഗ്രസിൻ്റെ മുഖപത്രം പോലും ഇങ്ങനെ ആക്ഷേപിക്കത്തക്കവണ്ണം ജേക്കബ് തോമസ് കുറ്റം ചെയ്തിട്ടുള്ളത്? ഒന്ന്, ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയന്ത്രണം വിട്ട് ഒരു അസ്വസ്ഥതയും മാനസിക വിഭ്രാന്തിയും ഉള്ള ഒരാളെ പോലെയാണ് ശ്രീ ജേക്കബ് തോമസിൻ്റെ പ്രസംഗം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അഴിമതിക്കെതിരെ അദ്ദേഹത്തിന് ഫയലിൽ കുറിച്ചിടാം, അതിന് ഇന്റേണലായ മാർഗങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാം, നടപടികളിലേക്ക് പോകേണ്ടതായ കാര്യങ്ങൾ മേൽ അധികാരികളെ അദ്ദേഹത്തിന് അറിയിക്കാം. ഈ എല്ലാ അധികാരങ്ങളും ഉള്ള സന്ദർഭത്തിൽ അങ്ങനെ ഒരു ശ്രമത്തിന് മുതിരാതെ പബ്ലിക്കായി പ്രത്യേക താല്പര്യത്തോടുകൂടി പ്രത്യേക അജണ്ടയോടുകൂടി കേരളത്തിലെ ഭരണകൂടത്തെ ഒരു പ്രത്യേക ലാക്കോടുകൂടി തൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം കരിവാരി തേക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ശ്രീ ജേക്കബ് തോമസിൻ്റേത്. എല്ലാവർക്കും പൊതുസമൂഹത്തിന് മുഴുവൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ശ്രീ MM ഹസ്സൻ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, വളരെ ഗൗരവമുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ കരുതിയത് ശ്രീ ജേക്കബ് തോമസ് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം അഴിമതി രഹിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മാന്യനായ ഓഫീസർ എന്നുള്ളതായിരിക്കുന്ന ഒരു പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ്. പിന്നീട് DGP തന്നെ സ്വയം വിലയിരുത്തലിന് വിധേയമാകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഇദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളുമൊക്കെ ഇത് പറയാനുള്ള ധാർമ്മിക അടിത്തറയുടെ ലെവലേശം പോലും ശ്രീ ജേക്കബ് തോമസിന് ഇല്ല എന്ന് ആധികാരികമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ് ശ്രീ MM ഹസ്സൻ പറഞ്ഞിട്ടുള്ളത്. ഹസ്സൻ പറഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സിസ്റ്റം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം വിജിലൻസിൻ്റെ എൻക്വയറിക്ക് വിധേയനാണ്. അദ്ദേഹം പോർട്ടിൻ്റെ വലിയതുറ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഫർണിച്ചർ വാങ്ങിയ കാര്യത്തിൽ 43 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ വാങ്ങിയ കാര്യത്തിൽ അദ്ദേഹം ടെൻഡർ പോലും വിളിക്കാതെയാണ് അദ്ദേഹം കേരള ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകിയത്. ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഫോറസ്റ്റ് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. അവർ വാങ്ങിയതോ അവർ താഴോട്ട് കൊടുത്ത് ഈ സ്റ്റീലിൻ്റെ അലമാരയും സാധനങ്ങളും ചെയറും വാങ്ങാൻ വേണ്ടിയാണ് അവർക്ക് കൊടുത്ത് അവർ വഴി മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ അദ്ദേഹം KTDF's MD ആയിരിക്കുമ്പോൾ 3 മാസത്തെ ലീവ് അദ്ദേഹം സ്പെഷ്യലായി തൻ്റെ കോഴ്സ് പൂർത്തീകരിക്കാൻ വേണ്ടി വേണം എന്ന് പറഞ്ഞു, അനുവദിച്ചു ഗവൺമെൻറ്. അത് കഴിഞ്ഞ് വീണ്ടും എക്സ്റ്റൻഷൻ കൊടുത്തു. എക്സ്റ്റൻഷൻ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്ത് പോയി അദ്ദേഹം അവിടുത്തെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തു. അതാണ് മുൻകാലങ്ങളിലെ അഴിമതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടി പുറത്തേക്ക് വന്നതല്ല. ഈ പറഞ്ഞ NBCയുമായി ബന്ധപ്പെട്ടും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ടും ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് അതൃപ്തിക്ക് വലിയ കാരണമാകുന്നത്. അതിന് ഇങ്ങനെ മനോരോഗിയും ഊളംപാറയിലും കുതിരവട്ടത്തും കൊണ്ടുപോകണം എന്നുമൊക്കെ ജേക്കബ് തോമസിനെ പറയേണ്ടതുണ്ടോ? എവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ? എൻ്റെ അഭിപ്രായത്തിൽ ജേക്കബ് തോമസ് അഴിമതിക്കാരനല്ല, ഒരു അഴിമതി അദ്ദേഹം കാണിച്ചിട്ടില്ല, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കറതീർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുകയുമില്ല. പക്ഷേ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അഴിമതി ഞാൻ മാത്രമേ അഴിമതിക്കാരന് അല്ലാതെ അഴിമതിക്കെതിരെ നിൽക്കുന്നുള്ളൂ, ഉദ്യോഗസ്ഥന്മാർ അഴിമതി കേസിൽ പ്രതിയായെങ്കിൽ മാത്രമേ സെക്രട്ടറി ആവാൻ പറ്റൂ എന്നൊക്കെയുള്ള പ്രസ്താവന ഉണ്ടല്ലോ. അതേപോലെ ഫ്ലാറ്റുകളുടെ കാര്യത്തിൽ ഫ്ലാറ്റുകൾ ഏതെങ്കിലും മുതലാളിമാരുടെ മാത്രം പ്രശ്നമല്ല, അത് വാങ്ങിക്കുന്ന ജനങ്ങളുടെയും പ്രശ്നമാണ്. ഫ്ലാറ്റ് ബുക്ക് ചെയ്തു,
അതിന് കാത്തിരിക്കുന്നു, അത് വാങ്ങിക്കുമ്പോഴാണ് ഫയർ സേഫ്റ്റിക്കുള്ള സംവിധാനങ്ങളില്ല, അതുകൊണ്ട് പെർമിഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നോക്കേണ്ട ഒരു ബാധ്യത ജനകീയ ഗവൺമെൻറ്റിനുണ്ട്. അങ്ങനെ ഒരു ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജനകീയമായ തീരുമാനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണെന്നാണ് വെയ്പ്പ്. പക്ഷേ അങ്ങനെയുള്ള ഫ്ലാറ്റുകളിൽ നാളെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആരെയാണ് ആദ്യം കുറ്റപ്പെടുത്തുക? മുൻ അനുഭവങ്ങൾ ആരുടെ പേരിലാണ്? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥനെ അല്ലല്ലോ, ഗവൺമെൻറ്റിനെയാണല്ലോ കുറ്റപ്പെടുത്തുക. ഗവൺമെൻറ്റാണല്ലോ അതിൻ്റെ കുറ്റം വഹിക്കേണ്ട, അതിൻ്റെ പാപഭാരം പേറേണ്ടത്. ലാൽ, ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാരൻ തെരഞ്ഞെടുപ്പിനെ നേരിടണം, ഉദ്യോഗസ്ഥൻ നേരിടേണ്ട കാര്യമില്ല. ആ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു മാൻഡേറ്റാണ്. അവൻ ഫ്ലാറ്റുകാരുടെ കാശ് മേടിക്കുന്നവരാണെങ്കിൽ ഫ്ലാറ്റുകാർക്ക് അകാരണമായി വഴിവിട്ട ആനുകൂല്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആ രാഷ്ട്രീയക്കാരനെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ട്, ജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ അത് ജേക്കബ് തോമസ് ഈ നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നും കൊണ്ട് അത് വേണ്ടപ്പെട്ട അതിൻ്റെ തലത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥന്മാരുമായിട്ട്, ഹോം സെക്രട്ടറി അതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യാമായിരുന്നു. ജനങ്ങളുടെ പ്രശ്നം, ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ട്, ആ ക്രൈസിസ് പരിഹരിക്കാൻ എന്താണ് മാർഗം, ആ വഴി അദ്ദേഹം തേടേണ്ടതായിരുന്നു. ശരി, അങ്ങനെ അല്ല അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈ രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. പക്ഷേ തിരിച്ച് അദ്ദേഹത്തിന്റെ മേലുണ്ടാകുന്ന പ്രതികരണം എന്താണ്? വീക്ഷണത്തിലൂടെ ഈ രീതിയിൽ തെറിവിളിക്കുക, മറ്റൊരു രീതിയിൽ വാർത്താ സമ്മേളനത്തിലൂടെ KPCC വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി പഴയ കഥകൾ പറയുക, അതാണോ ചെയ്യേണ്ടത്? അല്ലല്ല, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വീക്ഷണത്തിൻ്റെ പത്രാധിപക്കുറിപ്പ് ഉൾപ്പെടെ ഒരു ജേക്കബ് തോമസിനെ പോലെ ഒരു അഴിമതിയും ചെയ്തിട്ടില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നതും രാഷ്ട്രീയമായും സദാചാരപരമായും മൂല്യാധിഷ്ഠിതമായും നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് നേരത്തെ ശ്രീ ടി സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു, വീക്ഷണത്തിലും ആ സൂചനയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പോൾ അറിയാം ഈ ജേക്കബ് തോമസ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അൽഫോൻസ് കണ്ണന്താനത്തിന് എന്താണോ സംഭവിച്ചത് അത് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എവിടെയെങ്കിലും നിൽക്കാൻ വേണ്ടി ജേക്കബ് തോമസ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ജേക്കബ് തോമസ് സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ കൊള്ളാം, പക്ഷേ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മുഖമില്ല.